നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് വലിയൊരു വിഭാഗം ജനങ്ങളെ അലട്ടുന്ന പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നമാണ് ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രതിവിധി എന്ത് എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് സ്റ്റേറ്റ് അർബൻ ഹെൽത്ത് മാനേജരും ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറുമായ ഡോക്ടർ എബി സുഷനാണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളുമായി താഴെ കാണുന്ന നമ്പറിൽ ഹലോ ഡോക്ടറിലേക്ക് വിളിക്കാം. ഡോക്ടർ, ഇന്ന് സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു പ്രായഭേദമന്യേ പലരെയും നേരിടുന്ന പ്രശ്നമാണ് ജീവിതശൈലി രോഗങ്ങൾ. നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായി ഇന്ന് നമ്മളിലേക്ക് കടന്നെത്തുന്ന ഈ രോഗങ്ങളെ എങ്ങനെ നമുക്ക് തടയുവാൻ സാധിക്കും? കേരളത്തിൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 30% പ്രായപൂർത്തിയായ 30% ആളുകൾക്ക് ഡയബറ്റീസ് രോഗവും 50% ആളുകൾക്ക് ഹൈപ്പർ ടെൻഷൻ രോഗവും ഉണ്ടെന്നാണ്. അപ്പോൾ രക്താതിസമ്മർദ്ദവും പ്രമേഹവും മൂലമുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും വളരെയധികം നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം പ്രധാനമായി പ്രശ്നമുണ്ടായിരിക്കുന്നത് കാർഡിയാക് ഡിസീസസ് ആണ്. ഹൃദയാഘാതം മൂലം അനേകായിരങ്ങൾ മരണപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഹൃദയാഘാതം മൂലം ഉള്ള ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, ആരോഗ്യത്തിനായുള്ള ചെലവ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനവും കേരളമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെ സാമൂഹിക അടിസ്ഥാനത്തിൽ പ്രതിരോധിക്കാം എന്നുള്ളതിനെ പറ്റി സർക്കാർ ചിന്തിക്കുന്നതും അതിലേക്ക് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെ പരിവർത്തനം ചെയ്യുന്നതും. മുൻപ് ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത് പ്രധാനമായും കുട്ടികളുടെ വാക്സിനേഷൻ, അമ്മമാരുടെ ഗർഭിണികളുടെയും സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ മാത്രം ഊന്നിയായിരുന്നു. അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അതിനോടൊപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് തുല്യ പ്രാധാന്യം നൽകിയാണ് ഇപ്പോൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ 3 ദിവസം ഫിക്സഡ് ഡേ ക്ലിനിക്കുകളായിട്ട് ജീവിതശൈലി രോഗങ്ങൾക്ക് ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഒന്നാമതായിട്ട് എല്ലാ ചൊവ്വാഴ്ച ദിവസവും വെൽ വുമൺ ക്ലിനിക് എന്ന പേരിൽ സ്ത്രീകളുടെ ആരോഗ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. എല്ലാ വ്യാഴാഴ്ച ദിവസവും ജീവിതശൈലി രോഗങ്ങളുടെ സ്ക്രീനിംഗ് നടന്നു വരുന്നു. എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും പേഷ്യൻ്റ് ഗ്രൂപ്പ് മീറ്റിംഗ്, അതായത് രോഗികളുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കി ആ കൂട്ടായ്മകളിലൂടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ അവരുടെ രോഗം നിയന്ത്രിച്ചു നിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇതോടൊപ്പം എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലും ജനകീയ ആരോഗ്യ ക്ലബ്ബുകൾ രൂപീകരിച്ച് ഈ ക്ലബ്ബുകളിലൂടെ ജീവിതശൈലി മാറ്റം സുസ്ഥിരമായി കൊണ്ടുവരുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളും കൂടി ഏറ്റെടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ രോഗചികിത്സയോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത് വരുമ്പോഴാണ് ശരിയായ രീതിയിൽ രോഗിക്ക് രോഗം കൺട്രോളിൽ നിലനിർത്താനും അതുവഴി കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും സാധിക്കുന്നത്. ഡോക്ടർ, പലപ്പോഴും നമുക്ക് പ്രായം ഒരു വില്ലനാവാറുണ്ട്. ഈ ചെറുപ്പക്കാരിലും ജീവിതശൈലി രോഗങ്ങൾ മാറി വരികയാണ്, അല്ലെങ്കിൽ കൂടി വരികയാണ്. എപ്പോൾ മുതലാണ് നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത്? ശരിയായ രീതിയിൽ ജീവിതശൈലി എന്നുള്ളത് ജനനം മുതൽ തന്നെ നമ്മൾ പാലിച്ചു വരേണ്ട ഒന്നാണ്. അടുത്ത് +2 വിഭാഗം കുട്ടികൾക്കിടയിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് 19% 18 വയസ്സുള്ള കുട്ടികൾ, അതായത് +2 വിദ്യാർത്ഥികൾ രക്താതിസമ്മർദ്ദമുള്ളവരാണ് എന്നുള്ളതാണ്. അത് വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിൽ പോലെ ഇത്രയധികം ആളുകൾക്ക് ഇത്രയും വലിയ രോഗാതുരതയുള്ള ഒരു സംസ്ഥാനത്ത് കുട്ടികളിലും ഈ രോഗം കണ്ടുവരുന്നു എന്നുള്ളത് നമ്മുടെ മാറി വരുന്ന ജീവിതശൈലിയുടെയും മാറി വരുന്ന ഭക്ഷണക്രമത്തിൻ്റെയും എല്ലാം പ്രതിഫലനമാണ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം വളരെ ചെറുപ്പത്തിൽ നമ്മുടെ ആരോഗ്യ രീതികൾ, ചിട്ടകൾ ഒക്കെ രൂപപ്പെട്ടു വരുന്ന പ്രായം മുതൽ തന്നെ നമ്മൾ ശീലിച്ചു വരേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ, ഞാൻ ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നു, കാസർഗോഡ് നിന്നും അപ്പുക്കുഞ്ഞ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം സാറേ. എനിക്ക് ഈ ഷുഗർ എന്ന രോഗമുണ്ട്. ഹലോ, വ്യക്തമായില്ല, ഒന്നുകൂടി പറയാമോ? ഞാൻ ഒരു ഷുഗർ പേഷ്യന്റ് ആണ്. ഷുഗർ പേഷ്യന്റ് ആണ്. ആ, എനിക്ക് രാവിലെ നോർമലാണ്. ഭക്ഷണം കഴിച്ചാൽ 300 എല്ലാം ആണ്, 300 350 എല്ലാം ആണ്. ഓക്കെ.
ഭക്ഷണം കഴിക്കുമ്പോ മാത്രം. എന്ത് മരുന്നാണ് കഴിക്കുന്നത്? ഞാൻ സാധാരണ സുഖം കഴിക്കുന്ന ഗുളിക കഴിക്കല്. ഓക്കെ. പ്രമേഹം നിയന്ത്രിച്ച് നിർത്തുന്നതിന് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, മരുന്ന് കൃത്യമായി കഴിക്കുക എന്നുള്ളതും. 2, ഭക്ഷണക്രമം മാറ്റുക എന്നുള്ളതും. 3, ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തുക എന്നുള്ളതുമാണ്. അപ്പോൾ മരുന്ന് പ്രൈമറിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരുന്ന് തന്നെയാണ്. അപ്പോൾ ഭക്ഷണത്തിന് ശേഷം 300-ലേക്കൊക്കെ ഷുഗർ കയറി പോകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം മരുന്ന് ആഡിക്വേറ്റ് അല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മരുന്ന് ആഡിക്വേറ്റ് ആക്കുക എന്നുള്ളത് ആദ്യത്തെ കടമ്പയാണ്. അത് ഒരു ടൈട്രേഷൻ പ്രോസസ്സിലൂടെ കുറച്ച് 1-2 ഡോക്ടർ വിസിറ്റുകളിലൂടെ മാത്രം ശരിയായി വരുന്ന കാര്യമാണ് മരുന്ന് ശരിയാക്കുക എന്നുള്ളത്. 2, ജീവിതശൈലിയിൽ ഭക്ഷണക്രമത്തിൽ ചില മാറ്റങ്ങൾ. ഭക്ഷണത്തിൽ നമ്മുടെ കേരളീയ ഭക്ഷണ രീതി എന്ന് പറയുന്നത് കൂടുതലും കാർബോഹൈഡ്രേറ്റ് ബേസ്ഡ് ആണ്. നമ്മൾ ചോറ് ധാരാളമായി കഴിക്കുന്നതും അരി ആഹാരം കൂടുതലായി കഴിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അരി ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുകയും പച്ചക്കറികളുടെ അളവ് കൂട്ടുകയും ചെയ്യുക, അത്തരത്തിൽ നമ്മുടെ ജീവിതശൈലിയിലൊരു മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പിന്നെ സ്ഥിരമായി വ്യായാമത്തിൽ ഏർപ്പെടുന്നതും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കും. 3 മാസം കൂടുമ്പോൾ HbA1c പരിശോധന എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ലഭ്യമായ പരിശോധനയാണ് HbA1c പരിശോധന. HbA1c പരിശോധന 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്ത് ഷുഗറിൻ്റെ കഴിഞ്ഞ 3 മാസത്തെ അളവ് എത്രയാണെന്നുള്ളത് പരിശോധിച്ച് അതിനനുസരിച്ച് മരുന്നുകൾ വ്യത്യാസപ്പെടുത്തുകയും ജീവിതശൈലി വ്യത്യാസപ്പെടുത്തുകയും ചെയ്തു വരേണ്ടതായിട്ടുണ്ട്. പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങളുണ്ടല്ലോ. അപ്പോൾ ഓരോന്നിൻ്റെയും ലക്ഷണങ്ങൾ, ഏതൊക്കെ രോഗങ്ങളെയാണ് നമ്മൾ കൂടുതലായും പ്രാധാന്യം കൊടുത്ത് കാണേണ്ടത് എന്നതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? ഞാൻ മുൻപ് പ്രതിപാദിച്ചതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് രക്താതിസമ്മർദ്ദവും പ്രമേഹവുമാണ്. രക്താതിസമ്മർദ്ദത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും കേരളീയ ജനതയെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാവുന്നത് രക്താതിസമ്മർദ്ദം എന്നുള്ളതാണ്. ഈ രക്താതിസമ്മർദ്ദം ഏത് പ്രായത്തിലും നമുക്കുണ്ടാവാം എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾ തൊട്ട് വളരെ മുതിർന്ന ആളുകളിൽ വരെയും രക്താതിസമ്മർദ്ദം ഉണ്ടാവും. രക്താതിസമ്മർദ്ദം കാരണം കാഴ്ചയ്ക്കുള്ള പ്രശ്നങ്ങൾ, പക്ഷാഘാതം, ഹൃദയാഘാതം, കിഡ്നിക്കുള്ള പ്രശ്നങ്ങൾ, വൃക്കയുടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു രോഗമാണ്. അപ്പോൾ അത് മാത്രമല്ല, രക്താതിസമ്മർദ്ദം കൃത്യമായി നിയന്ത്രിച്ച് നിർത്തിയാൽ ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും കഴിയും. അപ്പോൾ രക്താതിസമ്മർദ്ദത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ വിട്ടുമാറാത്ത തലവേദന, കാഴ്ചയുടെ മങ്ങൽ തുടങ്ങിയ കാര്യങ്ങളാണ്. ചിലപ്പോൾ യാതൊരു ലക്ഷണമില്ലാതെയും രക്താതിസമ്മർദ്ദം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ സ്ക്രീനിങ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ ആദ്യം ആശാപ്രവർത്തകർ മുതൽ ഉള്ള ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി ഒരു ശൈലി എന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് 30 വയസ്സിന് മുകളിലുള്ള സംസ്ഥാനത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും എല്ലാ വർഷത്തിലൊരു തവണയും സ്ക്രീൻ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സിലൂടെ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശൈലി സ്ക്രീനിങ്ങിലൂടെ രോഗസാധ്യതയാണ് അളക്കുന്നത്. അപ്പോൾ ആ രോഗസാധ്യതയെ ബേസ് ചെയ്തുകൊണ്ട് രോഗസാധ്യതയുള്ള ആളുകളെ എല്ലാവരും അതിന് കമ്മ്യൂണിറ്റി ബേസ്ഡ് അസസ്മെൻറ്റ് ചെക്ക് ലിസ്റ്റ് എന്നാണ് പറയുക. ആ ചെക്ക് ലിസ്റ്റിലെ 4-ലധികം സ്കോറുള്ള വ്യക്തികളെ എല്ലാവരെയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിൽ നടത്തുന്ന നെയ്ബർഹുഡ് സ്ക്രീനിങ് ക്യാമ്പുകളിലേക്ക് കൊണ്ടുവന്ന് ആ സ്ക്രീനിങ് ക്യാമ്പുകളിൽ വെച്ച് അവരുടെ പ്രഷറും ഷുഗറും പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രോസസ്സ്. അവിടെ വെച്ചാണ് രോഗനിർണയം ഏറ്റവും ആദ്യം നടക്കുക. അടുത്ത പ്രധാനപ്പെട്ട രോഗം എന്നുള്ളത് പ്രമേഹമാണ്. പ്രമേഹവും ഇതുപോലെ തന്നെ യാതൊരു രോഗലക്ഷണമില്ലാതെയും പ്രസൻറ്റ് ചെയ്യാം. മാത്രമല്ല, രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അമിതമായ വിശപ്പ്, അമിതമായ ദാഹം, കൂടുതലായി മൂത്രമൊഴിക്കുക, ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് അസുഖങ്ങളുമായി കൺഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന രോഗലക്ഷണങ്ങളാണ് പലപ്പോഴും ഉണ്ടാവുക. കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകുമ്പോഴാണ് കാഴ്ച മങ്ങലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഒക്കെ എത്തുന്നതിന് മുൻപ് രോഗം നിർണയിച്ച് ശരിയായ രീതിയിൽ ചികിത്സ എടുത്ത് മുന്നോട്ട് പോവുക, രോഗം നിയന്ത്രിച്ച് നിർത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു സാധാരണ ജീവിതം ലഭ്യമാകും. അതല്ല, നമുക്ക് ശരിയായ രീതിയിൽ രോഗം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു 10 വർഷമാകുമ്പോഴേക്കും നമുക്ക് റീനൽ ഡിസീസ്, വൃക്കയുടെ രോഗം സ്റ്റാർട്ട് ചെയ്യുകയും
അത് കാരണം ഉള്ള മറ്റ് കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയും പിന്നീട് ഡയാലിസിസ് പോലെയുള്ള ചികിത്സകൾ വേണ്ടി വരികയും വന്നേക്കാം. ഞാൻ ഇടപെടിക്കാണ് ഡോക്ടർ. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്, ബാംഗ്ലൂരിൽ നിന്നും ബിജു ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം ബിജു. ഡോക്ടർ, ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളമായി ഈ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട്. 10 വർഷമായി കഴിക്കുന്നു. അപ്പൊ മരുന്ന് കഴിക്കുന്നുണ്ട്. ഇനിയിപ്പം എന്റെ ഫാസ്റ്റിങ്ങില് 140 താഴെയായിരിക്കും. പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു 200 ആ ഒരു അളവിലാണ് സാധാരണ എന്റെ മെഷർമെന്റ് കാണിക്കുന്നത്. ഞാൻ ഈ ഗ്ലൂക്കോമൈറ്റ് 850 SR, പിന്നെ ഒരു പെൻലിമാക് 20, പിന്നെ ഒരു ഡയബറ്റിക്സ് 5 mg, ഇത്ര മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സന്ധികളിലൊക്കെ ചെറിയ വേദന പോലെയുള്ള കാണുന്നുണ്ട്. അത് ഈ ഡയബറ്റിക്സിന്റെ ഭാഗമായിട്ടാണോ എന്ന് അറിയാനായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഡയബറ്റിസ് സന്ധിവേദന ശരിയായ രീതിയിൽ സന്ധിവേദന ഉണ്ടാക്കില്ല, പക്ഷെ ഉള്ള സന്ധിവേദനയെ കൂടുതൽ സീരിയസ് ആക്കാം. അപ്പം സന്ധിവേദന ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു പരിശോധന എന്ന് പറയുന്നത് ന്യൂറോപ്പതി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഞരമ്പുകളെ 10 വർഷമായി ഡയബറ്റിസ് ഉള്ള ആളെന്ന നിലയ്ക്ക് ന്യൂറോപ്പതിയുടെ പരിശോധനകൾ, അതായത് നാഡി ഞരമ്പുകളെ ഡയബറ്റിസ് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് സാധാരണയായി കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചാണ്. ഡോക്ടർക്ക് തുടരാം. അപ്പോൾ പ്രമേഹ രോഗത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പ്രമേഹ രോഗം നേരത്തെ കണ്ടെത്തി കൃത്യമായ ചികിത്സയിലൂടെ നിയന്ത്രിച്ച് നിർത്തിയില്ല എങ്കിൽ 10 വർഷത്തോളം ആകുമ്പോൾ നമുക്ക് വൃക്കയുടെ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ പ്രമേഹ രോഗം മുന്നോട്ട് പോകുമ്പോൾ അത് ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനും ഒക്കെയുള്ള സാധ്യത കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. പിന്നെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ന്യൂറോപ്പതി, അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇത് കാരണം ഉണ്ടാവാം. കാറ്ററാക്റ്റ് ആക്സലറേറ്റ് ചെയ്യപ്പെടാം. അങ്ങനെ എല്ലാ സിസ്റ്റത്തെയും, നമ്മുടെ ശരീരത്തിലെ മുഴുവൻ സിസ്റ്റങ്ങളെയും ബാധിക്കുന്ന ഒരു രോഗമാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയബറ്റീസാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗം. മൂന്നാമത്തെ പ്രധാനപ്പെട്ടത് നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഹൈപ്പർ കൊളസ്ട്രോളീമിയ, രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥ നമുക്ക് ജനിതകമായുള്ള ചില കാരണങ്ങൾ കൂടി ഉൾപ്പെടെയാണ് നമുക്ക് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. ഇതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു രോഗാവസ്ഥ ഭക്ഷണത്തിലൂടെ മാത്രം ഉണ്ടാകുന്ന രോഗാവസ്ഥയല്ല. ജനിതകമായിട്ടുള്ള ചില ഘടകങ്ങൾ കൂടി അതിനകത്തുണ്ട്. സ്റ്റഡീസ് കാണിക്കുന്നത് 10 വയസ്സുള്ള കുട്ടികൾ തൊട്ട് തന്നെ രക്തത്തിൽ കൊഴുപ്പിൻ്റെ അംശം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രക്തത്തിൽ കൊഴുപ്പിൻ്റെ അംശം കൂടി വരുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ പക്ഷാഘാതത്തിൻ്റെയും ഹൃദയാഘാതത്തിൻ്റെയും സാധ്യത വളരെ കാര്യമായി കൂടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ 3 പ്രധാനപ്പെട്ട രോഗങ്ങളിൽ നിന്നാണ് മറ്റ് ജീവിതശൈലി രോഗങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയാഘാതമാണ്. കേരളത്തിൽ ഹൃദയാഘാതത്തിൻ്റെ തോത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൃദയാഘാതങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. നമ്മുടെ സംസ്ഥാനത്ത് വളരെ ചെറിയ പ്രായമുള്ള 25 വയസ്സ് മുതൽ ഉള്ള ആളുകളിൽ ഹൃദയാഘാതം കണ്ടുവരുന്നുണ്ട്. ഒരു 45 വയസ്സുള്ള പുരുഷന്മാരിലൊക്കെയാണ് ഏറ്റവും കൂടുതലായി ഹൃദയാഘാതം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. ഹൃദയാഘാതം മൂലം നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ കാര്യമായിട്ട് കുറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആക്ടിവിറ്റി ലെവൽ കുറയുകയാണ് ചെയ്യുന്നത്. സ്ഥിരമായി പിന്നെ ചികിത്സയിൽ ഇരിക്കേണ്ട ഒരു രീതിയിലേക്കാണ് നമ്മൾ വരിക. അപ്പോൾ സാധാരണ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഹൃദയാഘാതം വരാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹൃദയാഘാതം വരാതെ ശ്രദ്ധിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രമേഹവും രക്താതിസമ്മർദ്ദവും നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളതാണ്. നമുക്ക് കേരളത്തിലുള്ള 3-ൽ ഒരാൾക്ക് ഹൈപ്പർ ടെൻഷനും 5-ൽ ഒരാൾക്ക് ഡയബറ്റീസും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴുള്ള എല്ലാ കണക്കുകളും നമ്മളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്രയും കോമൺ ആയിട്ടുള്ള ഒരു രോഗം, ഒരുപക്ഷെ ഡെങ്കിപ്പനിയേക്കാളൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു രോഗങ്ങളാണ് പ്രമേഹവും രക്താതിസമ്മർദ്ദവും. അപ്പോൾ ഈ രോഗങ്ങൾ ശരിയായ രീതിയിൽ ചികിത്സിക്കാതെ ഇരിക്കുന്നത് മൂലം, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നിയന്ത്രിക്കപ്പെടാതെ ഇരിക്കുന്നത് മൂലം പലപ്പോഴും വലിയ ഒരു എക്കണോമിക് ഇമ്പാക്റ്റ് കൂടി നമ്മുടെ സംസ്ഥാനത്തിനുണ്ടാകുന്നുണ്ട്. ഈ രോഗികളുടെ ശരിയായ കോംപ്ലിക്കേഷൻസിൻ്റെ ചികിത്സ രോഗത്തിൻ്റെ ചികിത്സയേക്കാൾ വളരെ കൂടുതലാണ്.
ചെലവ് വരുന്നത്. അപ്പോൾ ആ ചെലവുകൾ കൂടി സംസ്ഥാനം വഹിക്കേണ്ടതായിട്ട് വരുന്നു, വ്യക്തികൾ വഹിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു ഹെൽത്ത് എക്സ്പെൻഡിച്ചർ കൂടി നമുക്ക് കുറയ്ക്കാനായിട്ട്, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് കുറയ്ക്കാനായിട്ട് പ്രമേഹവും രക്താതിസമ്മർദ്ദവും നിയന്ത്രിച്ച് നിർത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ പ്രധാനമായും കണ്ടുവരുന്നത് അതിൻ്റെ ഒരു ലക്ഷണങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ ഒരു ജീവിതശൈലി രോഗങ്ങളെ ജീവിതശൈലിയിലൂടെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ള വാക്കിനേക്കാൾ ഈ രോഗങ്ങളെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ ഏറ്റവും നല്ലത് പകർച്ചേതര വ്യാധികൾ എന്നുള്ളതാണ്. കാരണം ഇത് ജീവിതശൈലി മാത്രം കൊണ്ടുവരുന്ന രോഗങ്ങളല്ല. ഈ രോഗങ്ങൾക്ക് നമ്മുടെ ജനിതകമായിട്ടുള്ള കുറേ ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. മൾട്ടി ഫാക്ടോറിയലാണ് ഈ രോഗങ്ങളെല്ലാം. അതിനകത്ത് ജീവിതശൈലിയാണ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് വ്യത്യാസപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളതാണ്. അപ്പോൾ തെറ്റായ ജീവിത രീതി എന്നുള്ളത് രോഗത്തിൻ്റെ ഒരു ഘടകം മാത്രമാണ്. ആ ഘടകത്തെയാണ് നമുക്ക് ഏറ്റവും അധികം ശരിയാക്കിയെടുക്കാനും കഴിയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഭക്ഷണം, വ്യായാമം, പിന്നെ പുകവലി, മദ്യപാനം തുടങ്ങിയവയുടെ ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണം തന്നെയാണ്. ഭക്ഷണ നിയന്ത്രണം, ശരിയായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരുന്ന, ഭക്ഷണത്തിൻ്റെ അളവ് കാര്യമായി കുറച്ച് പെട്ടെന്ന് ഒരു ക്രാഷ് ഡയറ്റുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കാൾ ഉപരി സമീകൃതമായ ആഹാരം ശരിയായ അളവിൽ കഴിക്കുക എന്നുള്ളതാണ്. ഒരു ശരാശരി മലയാളിക്ക് ഏകദേശം 2200 കിലോ കാലറി എനർജി ആണ് ഒരു ദിവസം വേണ്ടി വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഭക്ഷണം 4-5 നേരങ്ങളായിട്ട് ഭക്ഷണമായി കഴിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ കാലറി കൗണ്ടിങ് രോഗം ഉള്ള ആളുകൾക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2 വ്യായാമമാണ്. ഒരു ആഴ്ചയിൽ 150 മിനിറ്റ് നേരമെങ്കിലും, എന്ന് പറഞ്ഞാൽ ഏകദേശം അരമണിക്കൂർ വീതം എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമല്ലാതെ ഒരു അഡീഷണൽ ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സർസൈസ്, വ്യായാമം കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ജീവിതശൈലി മാറ്റം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് പുകവലിയും മദ്യപാനവും പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ്. വളരെയേറെ സ്റ്റഡീസ് ഉണ്ട്. പുകവലിയും മദ്യപാനവും രണ്ടും പ്രമേഹത്തിൻ്റെയും സമ്മർദ്ദത്തിൻ്റെയും അൺകൺട്രോൾഡ് നേച്ചർ കൂട്ടുമെന്നുള്ളതും, അതുപോലെ തന്നെ നമുക്ക് അത് കാരണമുള്ള മറ്റ് കോംപ്ലിക്കേഷൻസിനുള്ള സാധ്യത വളരെയധികം കൂട്ടുമെന്നുള്ളതും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചിട്ടയായി ചെയ്യാൻ കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളെ ശരിയായി നിയന്ത്രിച്ച് നിർത്താനായിട്ട് കഴിയും. ഇതിനകത്ത് സാമൂഹികമായിട്ടുള്ള കുറേയേറെ ഇടപെടലുകൾ കൂടി നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ജീവിതശൈലി മാറ്റം എന്ന് പറയുന്നത് വ്യക്തികൾക്ക് ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് വിജയിപ്പിച്ചു സുസ്ഥിരമായി കൊണ്ടുപോകുന്നതിൽ വളരെയേറെ ചലഞ്ചസ് ഉണ്ട്. നമ്മൾ ശീലിച്ചു വന്ന കുറേയേറെ കാര്യങ്ങൾ തന്നെ ആയിരിക്കും നമ്മൾ തുടർന്നും ശീലിച്ചു പോവുക. അപ്പോൾ കൃത്യമായി എല്ലാ ദിവസവും എക്സർസൈസ് ചെയ്യുക, കൃത്യമായി എല്ലാ ദിവസവും നമ്മൾക്ക് ആവശ്യമുള്ള ശരിയായ അളവിൽ സമീകൃതമായ ആഹാരം കഴിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പിയർ പ്രഷർ കാര്യം കൂടി അതിനകത്ത് ഉണ്ട്. നമ്മുടെ കൂടെയുള്ള ആളുകൾ, നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണ് ഭക്ഷണ രീതി, അത്തരം കാര്യങ്ങൾ കൂടി അതിനകത്ത് വലിയൊരു ഘടകമായി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിയർ പ്രഷർ, പിയർ ഇൻ്റർവെൻഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ജീവിതശൈലി മാറ്റം കൊണ്ടുവരുന്നതിനായിട്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ 2 പ്രധാനപ്പെട്ട ഇൻ്റർവെൻഷൻസ് ഇപ്പോൾ സർക്കാർ സംസ്ഥാനം വ്യാപകമായി നടപ്പിലാക്കി വരികയാണ്. അതിലൊന്ന് ജനകീയ ആരോഗ്യ ക്ലബ്ബുകളാണ്. ജനകീയ ആരോഗ്യ ക്ലബ്ബുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലും ഒരു ജനകീയ ആരോഗ്യ ക്ലബ്ബ് ഉണ്ടാകും. ആ ജനകീയ ആരോഗ്യ കേന്ദ്രം സെർവ് ചെയ്യുന്ന 4-5 വാർഡുകളുണ്ട്. ആ വാർഡുകളിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ക്ലബ്ബുകളിൽ ഉൾപ്പെടെയുള്ള ആളുകളെ ഉൾപ്പെടുത്തി അവരിലൂടെ സ്ഥിരമായി എൻ്റെ നെയ്ബർഹുഡിൽ, എൻ്റെ അയൽപ്പക്കത്ത് ഉള്ള ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് നടക്കാൻ പോകുന്നു, ഒരുമിച്ച് യോഗ ചെയ്യുന്നു, ഒരുമിച്ച് സൂംബ ചെയ്യുന്നു, അത്തരം ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ കളക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുക. പല നഗരപ്രദേശങ്ങളിലും ഇത് മുൻപ് തന്നെ ഉണ്ട്, ചില ഗ്രാമപ്രദേശങ്ങളിലുമുണ്ട്. ചില ഗ്രാമങ്ങളൊക്കെ തന്നെ യോഗ ഗ്രാമങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കളക്റ്റീവ് ആക്ടിവിറ്റി, ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. രണ്ടാമത്തെ ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക ചേരുകയാണ്, കൊല്ലത്തു നിന്നും സുജാത. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സുജാത, പറയൂ. ഹലോ, ഞാൻ കുറെ വർഷം കൊണ്ട് ഷുഗറിനും പ്രഷറിനും ഗുളിക കഴിക്കുന്നുണ്ട് സാറേ. അപ്പോഴ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിക്കുന്നത് കൊണ്ട് വല്ല ദോഷമുണ്ടോ? ഷുഗറിന് കഴിക്കുന്നത് ഇസ്റ്റാമിസ് 500ഉം
പിന്നെ പ്രഷറിന് കഴിക്കുന്നത് ടാഫ്ലോ 40 ആണ്. പിന്നെ ഇത് രണ്ടും ഉള്ളത് കൊണ്ട് കൊളസ്ട്രോൾ ഇല്ല, എന്നാലും കൊളസ്ട്രോളിന്റെ ടാബ്ലറ്റും കൂടെ കഴിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതും കഴിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പലപ്പോഴും പ്രമേഹവും രക്താതിസമ്മർദ്ദവും ഉള്ള എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. ഞാൻ ലോങ് ടേം ആയിട്ട് കുറേ അധികം നാളുകളായിട്ട് ഞാൻ മരുന്ന് കഴിക്കുന്നു. ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ, മരുന്നുകളുടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രമേഹത്തിനും രക്താതിസമ്മർദ്ദത്തിനും അതുപോലെ തന്നെ രക്തത്തിൽ അമിതമായി കൊഴുപ്പ് വരുന്നതിനും ഒക്കെയുള്ള മരുന്നുകൾ വളരെ സേഫായ മരുന്നുകളാണ്. ഈ മരുന്നുകൾ മൂലം വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ നമുക്ക് ഉണ്ടാകുന്നില്ല ലോങ് ടേം ആയിട്ട് കഴിക്കുന്നത് കൊണ്ട് എന്നുള്ളതാണ്. ചില മരുന്നുകൾ നമുക്ക് പ്രമേഹമുള്ള ആളുകളിൽ, ഹൃദയാഘാതം ഉള്ള രക്താതിസമ്മർദ്ദമുള്ള ആളുകളിൽ ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ ഒക്കെ വ്യത്യാസപ്പെടുത്തി കഴിക്കേണ്ടതായിട്ടുണ്ട്. അതുള്ളത് അല്ലാതെ ഈ മരുന്നുകൾ ലോങ് ടേം ആയിട്ട് കഴിക്കുന്നത് കൊണ്ട് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പ്രേക്ഷകയ്ക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഹിക്കുന്ന പങ്കുകളെ കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ, ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ? ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നുള്ളത് സംസ്ഥാന സർക്കാർ പുതിയതായി കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കുട്ടികളുടെ രോഗപ്രതിരോധ കുത്തിവയ്പ്പിലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൻ്റെ ആരോഗ്യത്തിലും ഊന്നി നിന്നിരുന്ന കുടുംബാരോഗ്യ ഉപകേന്ദ്രങ്ങളെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി പരിവർത്തനം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങൾക്കായിട്ട് ആശമാർ മുഖേനയുള്ള വീട് തോറും കയറിയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ സ്ക്രീനിങ്, എല്ലാ മാസവും എല്ലാ വാർഡിലും നടപ്പിലാകുന്ന ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന, അതിനുശേഷം രോഗനിർണയം അതാത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്നു. അതിനുള്ള കോംപ്ലിക്കേഷൻസിൻ്റെ പരിശോധനയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ തന്നെ നടക്കുന്നു. രോഗചികിത്സയിലുള്ള വ്യക്തികൾക്കുള്ള ജീവിതശൈലി മാറ്റത്തിനുള്ള സൗകര്യവും അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ക്ലബ്ബുകളും രോഗം നിയന്ത്രിച്ച് നിർത്തുന്നതിനാവശ്യമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ മുഖേനയാണ് നിലവിൽ ഏറ്റെടുത്തു പോകുന്നത്. എല്ലാ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും ഒരു ജനകീയാരോഗ്യ കേന്ദ്രം ടീമാണ് അതിനായി പ്രവർത്തിക്കുന്നത്. ഒരു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും ഒരു മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡറും അടങ്ങുന്ന സുദൃഢമായ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടീമാണ് അവരുടെ ഏരിയയിലുള്ള 5000-ഓളം പോപ്പുലേഷനെ അവർക്ക് ആവശ്യമായിട്ടുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന വ്യാപകമായിട്ട് നമുക്ക് 5415 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും 380 നഗര ജനകീയാരോഗ്യ കേന്ദ്രങ്ങളുമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഈ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലൂടെയുള്ള സേവനങ്ങൾ പൂർണ്ണമായും സൗജന്യമായാണ് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വ്യക്തമാണ് ഡോക്ടർ. സമയക്കുറവ് മൂലം നമ്മുടെ ഹലോ ഡോക്ടറുടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ജീവിതശൈലി രോഗങ്ങൾ, അതിന്റെ പ്രതിവിധി എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് സ്റ്റേറ്റ് അർബൻ ഹെൽത്ത് മാനേജരും ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറുമായ ഡോക്ടർ എബി സുഷനാണ്. ഡോക്ടർ, വളരെയധികം നന്ദി. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. എവർക്കും നമസ്കാരം.